നമസ്കാരം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഒത്തിരി പോസിറ്റിവിറ്റി തരുന്ന വീഡിയോസ്, അതുപോലെ തന്നെ അഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ്, മണി അട്രാക്ഷൻ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനുള്ള മെത്തേഡ്സും അവർ പറയുന്നുണ്ട്. അതായത് സ്പിരിച്വാലിറ്റിയുടെ ഒത്തിരി വഴികൾ അവർ നമുക്കായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. എന്താണ് കാരണം? ഇവിടെയാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. സ്വയം ശുദ്ധീകരിക്കുക. നോക്കൂ, ഐശ്വര്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എനർജി, പ്രപഞ്ചശക്തി എപ്പോഴെങ്കിലും മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കൂടാരത്തിലേക്ക് വരുമോ? ഇല്ല, അല്ലേ? എപ്പോഴും ശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് ആ ദൈവിക ശക്തി അല്ലെങ്കിൽ പ്രപഞ്ചശക്തി വരികയുള്ളൂ, ഐശ്വര്യം വരികയുള്ളൂ. അപ്പോൾ നിങ്ങളിലേക്ക് ഐശ്വര്യം വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കുക. പിന്നീട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ വീടിനെയും ശുദ്ധീകരിക്കുക. അത് കഴിഞ്ഞാകട്ടെ നമുക്ക് സൊസൈറ്റിയെ ശുദ്ധീകരിക്കാൻ ഇറങ്ങാനുള്ള വഴി. നിങ്ങൾ അതുവരെ ഈ അശുദ്ധമായ മനസ്സോടെയും അശുദ്ധമായ ശരീരത്തോടെയും അശുദ്ധമായ ഒരു പരിസരത്തോടെയും നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് വരികയില്ല. എനിക്കുള്ള അനുഭവമാണിത്. ഞാൻ സ്വയം കണ്ടുപിടിച്ച അനുഭവമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണിത്. നമ്മൾ സർജറി ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ഒരു വലിയ മുറിവ് ഒരാൾക്കുണ്ടായി, ഒരപകടത്തിലോ എങ്ങനെയെങ്കിലും ഒരു വലിയ മുറിവുണ്ടായി. ആ മുറിവിനകത്ത് കല്ലും ചെളിയും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് ഇൻഫെക്ഷൻ വന്ന് പഴുപ്പും ഒക്കെ ഉണ്ടാവും, ബ്ലഡൊക്കെ കെട്ടിക്കിടക്കും. ആ ബ്ലഡ് കെട്ടിക്കിടക്കുന്നതിൻ്റെ പുറത്തൂടെ ഡ്രസ്സ് ചെയ്താൽ ആ മുറിവ് എപ്പോഴെങ്കിലും ഉണങ്ങുമോ? ഇല്ല. അവിടെയാണ് സർജന്മാർ ചെയ്യുന്ന ക്ലെൻസിങ് പ്രോസസ്സ്. അതിന് വേറെ ടെക്നിക്കൽ ടേമൊക്കെ ഉണ്ട്, ഡീബ്രൈഡ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്ക് പോട്ടെ. ആ ക്ലെൻസിങ് പ്രോസസ്സ്, ആദ്യം ആ മുറിവ് നന്നായി വൃത്തിയാക്കുക. വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അതിനകത്തുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അതിനെ ക്ലോസ് ചെയ്യുകയും തച്ച് വയ്ക്കുകയും അങ്ങനെയുള്ള അതിനെ റിപ്പയർ ചെയ്യുകയും ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിനകത്തുള്ള ആ മാലിന്യം അവിടെ നിന്ന് കൂടുതൽ പഴുപ്പും മറ്റുമൊക്കെ ഉണ്ടാക്കുകയും ഇൻഫെക്ഷൻ കൂടി ചുറ്റുപാടും വ്യാപിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സും. ആദ്യം സ്വന്തം മനസ്സിനെ ശുദ്ധീകരിക്കുക. അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എൻ്റെ മനസ്സ് ശുദ്ധമാണല്ലോ എന്നൊക്കെ ആയിരിക്കും നമ്മളൊക്കെ വിചാരിക്കുക, അല്ലേ? പക്ഷേ നിങ്ങളൊന്ന് അകത്തേക്ക്, ഉള്ളിലേക്ക് നോക്കൂ. പുറത്തേക്ക് നോക്കുന്നതിനേക്കാൾ നിങ്ങളുടെ പുറമൂടി എങ്ങനെയോ ഇരിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ, മനസ്സിനകത്തേക്ക് നോക്കൂ. അവിടെ എന്തൊക്കെയോ ഇല്ലേ? കുറച്ചൊക്കെ അസൂയ, അല്ലേ? അടുത്ത ആളിൻ്റെ മോക്ക് MBBS കിട്ടുമ്പോൾ, ഇല്ലെങ്കിൽ അയാൾ IAS എടുക്കുമ്പോൾ ചെറിയൊരു വിഷമം. ആ വിഷമം അസൂയയിൽ നിന്ന് വരുന്നതാണ്. ആ വിഷമം എന്ന് മാറുന്നു, അവിടെ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നടന്നു. അതുപോലെ നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യം നടക്കുമ്പോൾ ദേഷ്യം വരിക, അത് മനുഷ്യന് സഹജമാണ്. ആ ദേഷ്യം പ്രകടിപ്പിച്ച് ചീത്ത വാക്കുകളിലൂടെയും അതുപോലെ തന്നെ ശാപവാക്കുകളിലൂടെയും പുറത്തേക്ക് വരുന്നു. യേശു പറഞ്ഞതുപോലെ, ബൈബിളിൽ പറഞ്ഞതുപോലെ, അകത്തേക്ക് പോകുന്നതല്ല പുറത്തേക്ക് വരുന്നതാണ് അശുദ്ധമായത്. അങ്ങനെ അശുദ്ധമായിട്ട് നിങ്ങളുടെ ശരീരവും മനസ്സും അശുദ്ധമാകുന്നു. ആണോ? ഇത് നിങ്ങൾക്ക് പലപ്പോഴും വരാറില്ലേ? അത് നിർത്തുക. അവരോട് ക്ഷമിക്കുക. അവരുടെ ബലഹീനത അല്ലെങ്കിൽ ഒരാളിൻ്റെ നെഗറ്റിവിറ്റി, അവരുടെ ബലഹീനത അവർ പ്രകടിപ്പിക്കുന്നു, അത് അവരുടെ വഴിക്ക് പോട്ടെ എന്ന് ചിന്തിക്കുക. കുറച്ച് പ്രയാസമാണ്, അത് കുറേ ദിവസങ്ങളെടുത്തേ പറ്റുകയുള്ളൂ. അതുപോലെ അവൻ നന്നായി, എനിക്ക് നന്നാവണം, എനിക്ക് അതിൻ്റെ അപ്പുറത്ത് നന്നാവണം എന്നുള്ള ആ മത്സരബുദ്ധി. കുറച്ചൊക്കെ കോമ്പറ്റീഷൻ നല്ലതാണ്, പക്ഷേ അപകടകരമായ രീതിയിൽ, ടോക്സിക്കായിട്ടുള്ള രീതിയിൽ ആ കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങൾ സ്വയം തകരുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് എനിക്ക് ഡെവലപ്പ് ചെയ്ത് മുകളിലേക്ക് വരാൻ പറ്റുന്നത് എന്ന രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. അപരൻ്റെ ഉയർച്ചയിൽ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. നല്ലൊരു അപ്ലോസ് കൊടുക്കൂ, നല്ലൊരു കയ്യടി കൊടുക്കൂ. അത് വളരെ നല്ലതല്ലേ? അയാൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിലെത്തുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യൂ, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ മനസ്സ് തുറന്നൊരു കൺഗ്രാജുലേഷൻ കൊടുക്കൂ. ഇല്ലാതെ വെറുതെ കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ, ഡിയർ എന്ന് പറഞ്ഞ് എഴുതിയൊരു മെസ്സേജ് അയക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അഭിനന്ദനം വരണം. അപ്പോഴാണ് ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നത്. അവിടെയും ഒരു ക്ലെൻസിങ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് കുറേ സമ്പത്ത് കിട്ടി, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല കാറെടുത്തു, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തികമായും സാമൂഹ്യമായും നിങ്ങൾ വലിയൊരു നിലയിലെത്തി. അപ്പോഴതാ വരുന്നു അടുത്ത നെഗറ്റിവിറ്റി, അഹന്ത, മതം.
എപ്പോഴാണോ അഹങ്കരിക്കുന്നത്, അത് ആ അഹങ്കാരം വരുമ്പോൾ അത് താഴേക്കുള്ള ഒരു തുടക്കമാകുന്നു, നിങ്ങളുടെ വീഴ്ചയുടെ തുടക്കമാകുന്നു. അതല്ലേ യേശു പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താ ആത്മാവിൽ ദാരിദ്ര്യമെന്ന് പറയുന്നത്? എന്താണ്? ആത്മീയപരമായിട്ട് ഞാൻ അങ്ങയുടെ അടിമയാണ് ദൈവമേ, ഞാൻ ഇത്രയേ ഉള്ളൂ, ഒരു കുമിള പോലെയുള്ള എൻ്റെ ജീവിതം, അത് നീ കാത്തുകൊള്ളണം. എന്തെല്ലാം വന്നാലും നമ്മൾ എത്രയുണ്ട്? ഒരു ശ്വാസമല്ലേ ഉള്ളൂ ഇവിടെ തിളയ്ക്കുന്ന ആ ശ്വാസം നിലച്ചു പോയാൽ നമ്മളൊന്നുമല്ലല്ലോ. ഈ പുറമോടിയിൽ എന്തിരിക്കുന്നു? ഇല്ലെങ്കിൽ സമ്പത്തുകളൊക്കെ നമ്മുടെ കൂടെ കുഴിച്ചു മൂടുമോ? നമ്മൾ പർവ്വതന്മാരൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അഹങ്കാരം വരുമ്പോൾ ആപത്തിലേക്ക് വരുന്ന ആദ്യപടി നിങ്ങൾ ചവിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മതം മാറ്റിവെക്കുക, നിങ്ങളുടെ മനസ്സിനകത്തുള്ള അഹങ്കാരം മാറ്റിവെക്കുക. നോക്കൂ, നമ്മുടെ ശരീരത്തിന് ഹിന്ദു മതപ്രകാരം ചക്രങ്ങളുണ്ട്, ചാക്രീയമായ എനർജികളുണ്ട്. അതായത് മൂലാധാരത്തിൽ തുടങ്ങി സഹസ്രാധാരം വരെ എത്തുന്ന എനർജി ചക്രങ്ങൾ. അതൊന്നും എളുപ്പത്തിൽ പോകാനൊന്നും പറ്റില്ല. ഏറ്റവും അടിയിലുള്ള ചക്രത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്, എല്ലാ നെഗറ്റിവിറ്റിയോടും കൂടി. അപ്പോൾ നമ്മൾ കുറേ വേസ്റ്റ് തട്ടി വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റ്, ആ ബക്കറ്റിനകത്തേക്ക് നമ്മൾ സ്വർണമോ അല്ലെങ്കിൽ രൂപയൊന്നും കൊണ്ടിടില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സിനകത്തേക്ക് എങ്ങനെയാണ് പോസിറ്റിവിറ്റി വരിക? ഞാനും ആലോചിച്ചതാണ്, എന്താണ് ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് പോസിറ്റിവിറ്റി വരാത്തത്, എന്നിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരാത്തത്, കൃത്യമായ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിട്ട് എന്താണ് വരാത്തത്? അപ്പോഴാണ് മനസ്സിലാക്കിയത്, എൻ്റെ ഉള്ളിൽ അശുദ്ധിയുണ്ട്, ഞാനതിനെ ഡീബ്രൈഡ്മെൻറ്റ് ചെയ്യണം. സർജറിയിൽ മുറിവ് കഴുകുന്നത് പോലെ ഞാൻ വളരെയധികം ക്ലെൻസ് ചെയ്ത് അതിനെ മാറ്റണം. ക്ലീൻ ചെയ്താലേ എൻ്റെ മനസ്സിൻ്റെ മുറിവ് ശുദ്ധമാവുകയുള്ളൂ. പിന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. എനർജി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തെ ആ മുറിവ്, അതായത് ആ നെഗറ്റീവ് എനർജി കൂട്ടി വച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടുന്ന് ആ നെഗറ്റീവ് എനർജിയെല്ലാം കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് മനസ്സ് ശുദ്ധമാക്കുക. മനസ്സ് ശുദ്ധമാക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇമോഷൻസ് വരും അല്ലേ, ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമം വരും, അല്ലെ ദേഷ്യം വരും. കരഞ്ഞു തീർക്കൂ, ഒരു കുഴപ്പവുമില്ല. നമ്മുടെ കണ്ണുനീർ തന്നിരിക്കുന്ന അതിനല്ലേ, കണ്ണിന് ശുദ്ധമാക്കാനും. അതുപോലെ തന്നെ നമ്മുടെ ചില വിഷമങ്ങൾ കണ്ണുനീരിലൂടെ ഒഴുകി പോകട്ടെ. ഇനി ഒത്തിരി സംസാരിച്ച് മറ്റുള്ളവരെ മിനക്കെടുത്ത്, ഞാൻ അങ്ങനെയാണ്, ഒത്തിരി ലൊക്കേഷ്യസ് ആണ്, ഒത്തിരി വാചകം അടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്, ആവശ്യമില്ലാത്തടത്ത് എല്ലാം കയറി സംസാരിക്കുന്ന സ്ത്രീയായിരുന്നു. ഇപ്പോൾ ഞാൻ പഠിച്ചു, എൻ്റെ നിലയിൽ നിന്നുകൊണ്ട് എൻ്റെ മനസ്സിനോട് എന്ത് സംസാരിക്കാൻ തോന്നുന്നു ഞാനത് എഴുതി വയ്ക്കും. ആവശ്യമില്ലാതെ മറ്റുള്ളവരെ എന്തിനാണ് മെനക്കെടുത്തുന്നത്? ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരെ എന്തിനാണ് മെനക്കെടുത്തുന്നത്? ആവശ്യമില്ലാതെ വിഡ്ഢിത്തങ്ങൾ എന്തിനാണ് വിളിച്ച് പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. സ്വന്തമായിട്ട് എഴുതി വയ്ക്കുക, ഇല്ലെങ്കിൽ സ്വന്തമായി മനസ്സിലൂടെ സംസാരിക്കുക. തന്നെത്താനെ ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ ഭ്രാന്താണെന്ന് വിചാരിക്കും. വേണ്ട, മനസ്സിലൂടെ സംസാരിച്ച് തീർക്കൂ. ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ളവരിൽ നല്ലത് കാണുന്ന കാലം എന്ന് വരുന്നു, അന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി, പ്രകൃതിയുടെ എനർജി നിങ്ങളിലേക്ക് വരാനും നിങ്ങളെ ശുദ്ധീകരിക്കാനും പിന്നെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങളിലേക്ക് വരാനും പറ്റും. എനിക്ക് ഒത്തിരി അധികം ഞാൻ എൻ്റെ സ്പിരിച്വൽ വേയിലേക്ക് പോകുന്ന വഴിക്ക് ഒത്തിരി ബ്ലോക്കുകളുണ്ടായി, ഒത്തിരി തടസ്സങ്ങളുണ്ടായി. ഞാനപ്പോൾ സ്വയം ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ആത്മവിശകലനം ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ്, എൻ്റെ നെഗറ്റീവ് സാധനങ്ങളെല്ലാം മാറ്റിയാൽ മാത്രമേ എനിക്കൊരു ഉയർച്ചയുണ്ടാവുകയുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ആ പ്രക്രിയയിലാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണം എന്നാഗ്രഹിച്ചു, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്.